അരനൂറ്റാണ്ട് മുമ്പ് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം നിയന്ത്രണം വിട്ട് ഭൂമിയിലേക്ക്. ശാസ്ത്രലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഈയൊരു സംഭവം. അടുത്ത 12 ദിവസത്തിനുള്ളിൽ ഇത് ഭൂമിയിലേക്ക് എത്തും എന്നാണ് പറയപ്പെടുന്നത്. അരനൂറ്റാണ്ട് മുമ്പാണ് ശുക്രനിലേക്ക് തൊടുത്ത ബഹിരാകാശ പേടകം നിയന്ത്രണം വിട്ട് ഇപ്പോൾ ഭൂമിയിലേക്ക് വരുന്നത്. പഴയ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിൻ്റെ ഭാഗമായ ലാൻഡറാണ് ഭൂമിയിലേക്ക് പതിക്കുക. മെയ് 7-നും 13-നും ഇടയിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ ആണ് സാധ്യത. ഇതിൽ 9-10 തീയതികൾ നിർണായകമാണ്. പസഫിക്കിൽ പതിച്ചേക്കുമെന്ന് പ്രവചനമുണ്ടെങ്കിലും കൃത്യമായ സ്ഥലവും സമയവും വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാനാവുകയുള്ളൂ. ISROയുടെ സ്പേസ് ഡെബ്രി നിരീക്ഷണ വിഭാഗവും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ശുക്രനിലെ പര്യവേഷണത്തിനുള്ള ഇരട്ട പേടകങ്ങളിലൊന്നായിരുന്നു കോസ്മോസ് 482. ബൈക്കന്നൂർ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 1972 മാർച്ച് 31-നാണ് പേടകം വിക്ഷേപിച്ചത്. സോയൂസ് റോക്കറ്റ് 1184 കിലോ ഭാരമുള്ള പേടകത്തെ ഭൂമിയോടടുത്ത ഭ്രമണപഥത്തിൽ എത്തിച്ചെങ്കിലും സാങ്കേതിക തകരാറിനെ തുടർന്ന് ശുക്രനിലേക്ക് തൊടുക്കാനായില്ല. ആ വർഷം ജൂലൈയിൽ വിക്ഷേപിച്ച രണ്ടാമത്തെ ഉപഗ്രഹം വെനീറ 8 വിജയകരമായി ശുക്രനിൽ ഇറങ്ങുകയും ചെയ്തു. 50 മിനിറ്റ് മാത്രം പ്രവർത്തിച്ച വെനീറ ചിത്രമെടുത്തിരുന്നു. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരുന്ന കോസ്മോസ് 1981-ൽ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. ബഹിരാകാശ മാലിന്യമായ പേടകം 4 ഭാഗങ്ങളായി പിളർന്ന്. ഇതിലെ 500 കിലോഗ്രാം ഭാരമുള്ള ലാൻഡിംഗ് മൊഡ്യൂളാണ് ഇപ്പോൾ ഭൂമിയോട് അടുക്കുന്നത്. മണിക്കൂറിൽ 233 കിലോമീറ്റർ വേഗത്തിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന പേടകം അവിടെ കത്തി അമരാനുള്ള സാധ്യത വിരളമാണ്. സാധാരണ ഇങ്ങനെയുള്ളവ കൂടുതലും ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കത്തി തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് അങ്ങനെയാകാൻ സാധ്യത കുറവാണ്.